ಅಖಿಲ ಭಾರತ ಬ್ಯಾರಿ ಪರಿಷತ್ ಕೇಂದ್ರೀಯ ಸಮಿತಿ ಮಂಗಳೂರು ಇದರ ಆಶ್ರಯದಲ್ಲಿ ಇಫ್ತಾರ್ ಕೂಟ ಕಾರ್ಯಕ್ರಮವು ಖಾಸಗಿ ಸಭಾಂಗಣದಲ್ಲಿ ನಡೆಯಿತು. ಅಖಿಲ ಭಾರತ ಬ್ಯಾರಿ ಪರಿಷತ್ ಸ್ಥಾಪಕ ಅಧ್ಯಕ್ಷರಾದ ಜೆ ಹುಸೇನ್ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟಿಸಿದರು. ಅಧ್ಯಕ್ಷರಾದ ಯುಎಚ್ ಖಾಲಿದ್ ಉಜ್ರೆ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದ್ರು. ಇತರದವರು 10 ಪೌಣಂಜಿ ಪ್ರೋಗ್ರಾಮ್ ಬೇರೆ ಬೇರೆ ಹಾಕಿಕೊಂಡು ಬಂದ അതിൽ വിശേഷമായിട്ട് ആരോഗ്യത്തെ വിഷയത്തിൽ നമുക്ക് മസ്ത് പ്രോത്സാഹ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ಬ್ಯಾರಿ ಪರಿಷತ್ತು ಉದ್ದೇಶಿಕರು ಬ್ಯಾರಿ ಭಾಷೆ, ಬ್ಯಾರಿ ಕಲೆ, ಸಂಸ್ಕೃತಿ, ಸಾಹಿತ್ಯ ಇದ್ರ ಅಭಿವೃದ್ಧಿ ಹಾಕೊಂಡು പിന്നെ ಸಮುದಾಯದ ಅಭಿವೃದ್ಧಿ ಆಯ್ತು. ಆರೋಗ್ಯದ ವಿಷಯത്തിൽ ನಂಗದಲ್ಲಿ ಯಾರು ಇದರ ತೊಟ್ಟಿಲ್ಲ എന്തിച്ചെന്നിട്ടെങ്കിൽ ഞങ്ങൾ ഹോം എവിടെ പോയെങ്കിൽ ആസ്പത്രിയുടെ മുന്നിൽ ഞങ്ങൾ ಯಾರ ಸಂಖ್ಯೆಲಿಕ್ಕರ ಅದು ನೋക്കുമ്പോൾ ಬೇಜಾರಾವಡು ಐಕಾಯ್ತು ನಂಗೆ ಆರೋಗ್ಯತ್ತು ಶಿಬಿರ ಯಾರು ಹಾಕಿಂಟುಲ್ಲ. ಇನ್ನು ಮುನ್ನೋಲ್ಗೂ ಮಸ್ತ್ ಕಾರ್ಯಕ್ರಮ ನಂಗೆ ಹಾಕೋಗಿಲ್ಲ. ಅದ್ರ ನಂಗೆ ಅವರು ಮಹಿಳಾ ಘಟಕ ಅಂತ ஒரு ಕಾರ್ಯಕ್ರಮ ஒரு ಘಟಕ ಹಾಕಿಟ್ಟು அதில் இன்று ஒரு 100 மெம்பர்ஸ் உள்ளார். அங்கே நாங்கள் 20 வருஷத்துல இருந்து நடந்துட்டு வந்தோம். அதராண்டி ஃபாஸ்ட் உள்ளார் அங்கே 2 வருஷத்துல இன்று அங்கே நல்ல ஒரு ಕಾರ್ಯಕ್ರಮ ಎಲ್ಲ ಹಾಕಿಂಟುಳ್ಳಾರು. ಅದು ஒரு ಸಂತೋಷದ ವಿಷಯ. ಅದನ್ನು ಡಾಕ್ಟರ್ಸ್, ಇಂಜಿನಿಯರ್ಸ್, ಲಾಯರ್ಸ್, ಪ್ರೊಫೆಸರ್ಸ್ ಇಂಗಂತೂ ಪೆಂಡಿಂಗ್ ಅದಲ್ಲಿ നല്ല പണി ആക്കിയിട്ടുള്ളാറ്. അതൊരു സന്തോഷത്തെ വിഷയം ആയതുകൊണ്ട് ഇണ്ട് ഞങ്ങൾക്ക് എന്തൊരു കണ്ടിട്ടുണ്ട് ചെന്നെങ്കിൽ ಬ್ಯಾರಿ സമുദായത്തിൽ അഖില ഭാരത ಬ್ಯಾರಿ ಪರಿಷತ್ತಿന്റെ ഒരു സംഘടനയുണ്ട് ഭാരി ശക്തിയുതമായിട്ട് നടന്നിട്ടുണ്ട്. ഇത് സന്തോഷത്തെ വിഷയം. 21ാമത്തെ വർഷത്തിന് മുന്നിൽ പോയിട്ടുണ്ട്. പിന്നെ കൊറിയപ്പെട്ട എന്താ വിളിച്ചെന്നെങ്കിൽ ഒരു 7 പേരും ഇക്കട് ഒരു വിഷയത്തിലാണ് ഓർക്ക ഏറോ അത് സാമാന്യം ಅದನ್ನು ಇದಾಕೋದಿಲ್ಲ, ಆಶ್ಚರ್ಯಕ್ಕೋದಿಲ್ಲ. ಆಯಂಗು ಈ ಪಟ ಕಾಲೇಜು ಇಕ್ಕಳು ಅಧ್ಯಕ್ಷತೆ ಚೆನ್ನ ಕಾರ್ಯಕ್ರಮ ಲಿಮ್ರಾ ಎಜ್ ಗ್ರೂಪ್ ಆಫ್ ಕರ್ನಾಟಕ ಅಧ್ಯಕ್ಷರಾದ ಶೇಖ್ ಮೊಹಮ್ಮದ್ ಇರ್ಫಾನಿ ಉಪವಾಸದ ಮಹತ್ವ, ಸತ್ಕರ್ಮಗಳು, ಡ್ರಗ್ಸ್ ಮಾಫಿಯಾ, ಪ್ಲಾಸ್ಟಿಕ್ ನಿಷೇಧದ ಅಗತ್ಯತೆ ಬಗ್ಗೆ ಮಾಹಿತಿಯನ್ನು ನೀಡಿದ್ದಾರೆ. ഒന്നാമത്തെ വിഷയ ಉಪವಾಸದ ಮಹತ್ವ ನಾನು ಓದಿವೆ ಚಾಯತ್ತಾಯ್ತು. ಇಕ್ಕಡೆ ಪರಿಶುದ್ಧ ಕುರ್ಆನ್ ಚೊಲ್ಲು ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനു. നിങ്ങൾ നോക്കൂ ഖുർആനിൽ 2 ഐറ്റമിൽ നാളെ ബിൽച്ച് ചൊന്നു. ഒന്നാമത്തത് യാ അയ്യുഹന്നാസ് ചൊന്നിട്ട് ഒരു ബിളിയുണ്ട്. അത് എല്ലാവരൊട്ടും ചൊല്ലി. ಅದಕ್ಕೆ ಜಾತಿ, ಧರ್ಮ, ವರ್ಗ, ವರ್ಣ ಎಂದುം ವ್ಯತ್ಯಾಸമില്ല. ಅದು കഴിഞ്ഞാൽ പിന്നെ ഖുർആന്റെ ಪ್ರಥಮ ಅವತೀರ್ಣ ಎಲ್ಲ ಯಾ ಅಯ್ಯುಹನ್ನಾಸ್ ಚೊಂದಿಟ್ಟು ಆಯ್ತಿಂತು. ಓ ಮನುಷ್ಯന്മാരെ ಚೊಂದಂಗ ഖുർആൻ ಮುಸ್ಲಿಂಮಾರ್ಗೆ ಮಾತ್ರ ಅಲ್ಲ, ಇಡೀ ದುನಿಯಾವಿಗೆ ಇറങ്ങിയ ഒരു ഗ്രന്ഥായിട്ട്. രണ്ടാമത്തെ മനുഷ്യന്മാരോട്ട് വിളിച്ച് ചൊന്നിട്ടു ಎಲ್ಲ ಕನ್ವಿನ್ಸ್ ಆಯಲ್ പിന്നെ ഈമാനുള്ള മനുഷ്യന്മാരോട്ട് തെൽബിസിയാക്കി ഈമാൻ ഉൾക്കൊണ്ട ആൾമാരോട്ട് അതായിട്ട് ഇക്കടെ നോമ്പു ഈമാനുള്ള ആൾമാർക്ക് ആയിട്ട് ഇക്കടെ ചൊന്നുരെ യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള മനുഷ്യന്മാരെ, അള്ളാഹുടെ ദീൻ ഉൾക്കൊള്ളൻ കെത്ത മനുഷ്യന്മാരെ, കുതിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് എന്തിനാക്കിയിട്ട് നോമ്പ് ഫർദാക്കിയത് എന്തൊക്കെ വേണമായിട്ട് അതായിട്ട് ഇവിടെ നോമ്പിടെ മഹത്വ സൂചിപ്പിക്കൊണ്ട് ചൊന്നു. ഡ്രഗ്സിൻ്റെ വിഷയ കഴിഞ്ഞ വർഷം ഞങ്ങൾ എന്തിനാക്കി ചൊന്നെങ്കിൽ ഡ്രഗ്സിൻ്റെ വിഷയത്തിൽ വിഷയാക്കിയ അപ്പോൾ ക്രിസ്ത്യൻസ് ഡ്രഗ്സിൻ്റെ വിരുദ്ധമായിട്ട് ಹೋರಾಟ ಹಾಕೋ എന്തിനായിക്കൊണ്ടുണ്ടോ ഡി അഡിക്ഷൻ സെൻറ്റർ ആയിക്കൊണ്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവർക്ക് അവിടെ പോയാൽ അതിനെ പഠിക്കുക വേണമായിട്ട് എങ്ങനെ ആക്കിറോട്ട് ഞങ്ങളായിട്ട് എവിടെ ഇല്ലല്ലേ. പോയിട്ട് നോക്കുമ്പോഴത്തേക്കു ഞങ്ങളെ മൈക്കാലത്തിലെ 4 ഡി അഡിക്ഷൻ സെൻറ്റർ ഉണ്ട് ക്രിസ്ത്യൻ സഹോദരന്മാർ. അതേപോലെ ഞങ്ങൾ എവിടേക്ക് പോയാൽ ധർമ്മസ്ഥലത്തേക്ക് പോയാൽ അവിടുത്തെ ധർമാധികാരി എന്തായിക്കൊണ്ടുണ്ട് ഒരു 30 ഏക്കർ ജാഗയിൽ വലിയ ഡി അഡിക്ഷൻ സെൻറ്റർ നടപ്പാറ്റുണ്ട്. ഈ 2 ಜಾಗയിലും ഡി അഡിക്ഷൻ സെൻറ്ററിൽ ಜಾಸ್ತಿ ഉള്ള ഞങ്ങളെ ಮುಸ್ಲಿಮ್ಸ್. അപ്പോൾ അങ്ങಗೆ ഒരു ಸನ್ಮಾರ್ಗ ಕಾಟ್ರಿನ್ಕೆತ್ತ ഒരു ವ್ಯವಸ್ಥೆ ഞങ്ങൾ ಹಾಕೋಣല്ലേ ಚೊಂದಿಟ್ಟು ഞങ്ങൾ ಮೈಕಾಲ್ತುಲ್ಲ ಚೊಮ್ಮೆ ಆಲ್ಮಾರೆ ഞങ്ങൾ ರಫೀಕ್ ಸರ್ അതിൽ ಬಂದಿಟ್ಟು ഞങ്ങൾ 10 ಹೋಟೆಲ್ ഞങ്ങൾ ಪ್ರೋಗ್ರಾಮ್ ಹಾಕಿಪ್ಪತ್ತು ಎಲ್ಲ ಆಲ್ಮಾರು ಬಂದಿಟ್ಟು ಇದ್ರೂ ಚೊಮ್ಮೆ ಆಲ್ಮಾರು ಇಕ್ವ
ഞങ്ങളെ MH ആധാറിൽ വന്നിട്ട് അപ്പം ഞങ്ങൾ ഗ്രൗണ്ട് വർക്ക് ആക്കിയ ഫലമായിട്ട് ഞങ്ങളും ദേർലക്കട്ടിൽ ഒരു അഡിക്ഷൻ സെൻറ്റർ ആക്കി. ആ അഡിക്ഷൻ സെൻറ്റർക്ക് വന്നിട്ട് ഉഷാറായത്തെ ഒരു സ്റ്റുഡൻറ്റ് ഇന്ന് ഞങ്ങളൊಟ್ಟಿಗೆ ಬರೋಗಿಂತ ಮಾತ್ರ ಅವನ ಅವತರ ഒരു പ്രോഗ്രാമായിട്ട് അവന് വന്നിട്ടില്ല. ഒന്ന് ഡ്രഗ്സിന്റെ വിരുദ്ധ ಹೋರಾಟ അത് എപ്പോഴും ഉള്ളതേ. അതേപോലെ ഒരു പ്ലാസ്റ്റിക് മുക്ത ഭാരത ആക്കിയിട്ട് ഞങ്ങളെ ഭാരതത്തെ ആക്കണം സഹോദരന്മാർ. എന്ത് ಗೊತ್ತುಂಟಾ നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഔത്തുലുള്ള എനിക്കത്തെ വേസ്റ്റ് 3 തരമായിട്ട് ഞങ്ങൾ വിഭജന ആക്കുക. അതിൽ ഒന്നാമത്തേത് ಒಣ ಕಸಾಶ വന്നിട്ട് ഒന്നുണ്ട്, അതേപോലെ ഹസി കസാശ വന്നിട്ട് ഒന്നുണ്ട്, അപായകാരി കസാശ വന്നിട്ട് മൂന്നാമത്തെ ഒരു ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഹസി കസാശ ഒന്നെങ്കിൽ ഞങ്ങളെ ഔത്തുലുള്ള ഏതെങ്കിലും ഒരു തെങ്ങുക അവിടെ എവിടെയെങ്കിലും ഇട്ടെങ്കിൽ എന്താക്കും അവിടെ അത് തീർന്നു പോകും. ആയെങ്ക ഈ ಒಣ ಕಸ ഉണ്ടല്ലേ അത് ഡേഞ്ചർ. അതിൽ പെട്ടതായിട്ട് പ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക് എത്രത്തോളം ഉണ്ട് ചൊന്നെങ്കിൽ പ്ലാസ്റ്റിക് ഞങ്ങൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഒരു സമൂഹം ആയതുകൊണ്ടിട്ട് എന്താക്കണു ഇണ്ട പോയിട്ട് ഒരു ചാറ്റ് GPT നിങ്ങൾ നോക്കൂ ഒരു പ്ലാസ്റ്റിക് എങ്ങനെ ആക്കണു. ആ പ്ലാസ്റ്റിക് ഞങ്ങളെ ഈ ഭൂമിക്ക് ഈ വായുക്ക് ഈ തണ്ണിക്ക് എത്രമാത്രം അതിൽ ഞങ്ങൾക്ക് എന്തുണ്ട് അപായം ഉണ്ട് ചൊന്നിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കിയെങ്കിൽ ഒരിക്കലും ഞങ്ങൾ പ്ലാസ്റ്റിക് യൂസ് ആക്കുക സാಧ್യമೇ ಇಲ್ಲ. ಇನ್ನು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಹಾಜಿ MH ಮೊಹಮ್ಮದ್ ಅಡ್ಡೂರು, ಮಾಜಿ ಕಾರ್ಪೊರೇಟರ್ ಲತೀಫ್ ಕಂದಕ್, ಶಾಹಿದ್ ಸುಳ್ಯ, ಡಾಕ್ಟರ್ ಸಿದ್ದಿಕ್ ಅಡ್ಡೂರು, ರಫೀಕ್ ಮಾಸ್ತರ್, SK ರಫೀಕ್, ಅಧ್ಯಕ್ಷ ಆಸಿಫ್ ಖಾನ್, ಹಮೀದ್ ಉಜಿರೆ, ರಜಾಕ್ ಕುಕ್ಕಾಜೆ ಸೇರಿದಂತೆ ಹಲವರು ಉಪಸ್ಥಿತರಿದ್ದರು. ಇನ್ನು ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಇಬ್ರಾಹಿಂ ನಡುಪದವು ಸ್ವಾಗತಿಸಿದ್ದು, ಯೂಸುಫ್ ವಕ್ತರ್ ಕಾರ್ಯಕ್ರಮವನ್ನು ನಿರೂಪಿಸಿದರೆ ಕೋಶಾಧಿಕಾರಿ ನಿಸಾರ್ ಮೊಹಮ್ಮದ್ ಅವರು ವಂದಿಸಿದರು.